ഇന്ന് നമുക്ക് ജതധാര എന്ന തെലുങ്ക് ഹൊറർ ത്രില്ലർ സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, നിധിയുള്ള ഗ്രാമം. ആ നിധിക്ക് കാവലിരിക്കുന്നതോ ഒരു ക്രൂരയായ യക്ഷിയും, അതും രക്തം കുടിക്കുന്ന യക്ഷി. എന്നാൽ നായകനാണെങ്കിൽ പ്രേതം, പിശാച്, ദൈവം ഇതിലൊന്നും വിശ്വാസമേ ഇല്ല. നേരിൽ കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂ എന്നാണ്. അങ്ങനെയുള്ള നായകൻ ക്രൂരയായ യക്ഷി, അതും രക്തം കുടിക്കുന്ന യക്ഷിയുടെ മുന്നിൽ വന്ന് പെട്ടാലോ? എന്താകും സംഭവിക്കുക? യക്ഷിയുടെ കഥ എന്താണ് എനിക്ക് അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കാനും മറക്കരുതേ. പണ്ട് കാലത്തെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. പണ്ട് കാലത്ത് ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ കൈവശം ഒരുപാട് സ്വർണവും പണവും ഉണ്ടായിരുന്നു. അത് കൊള്ളയടിക്കുവാനായിട്ട് ഒരുപാട് കൊള്ളക്കാർ എത്തി. ഒടുവിൽ ഗ്രാമവാസികൾ സ്വർണവും പണവും കുഴിച്ചിട്ടു. അതും കൊള്ളക്കാർ കൊള്ളയടിച്ചു. ഒടുവിൽ ഗ്രാമവാസികൾ ഒരു മന്ത്രവാദിയെ വിളിച്ചു വരുത്തി. കൊള്ളക്കാരിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു വഴി ചോദിച്ചു. മന്ത്രവാദികൾ അഘോരമായ മന്ത്രങ്ങളിലൂടെ ഒരു യക്ഷിയെ സൃഷ്ടിച്ചു. പല സ്ത്രീകളെയും ബലി കൊടുത്താണ് ആ യക്ഷിയെ കാവൽ നിർത്തിയതും. മോഷ്ടിക്കുവാനായി എത്തുന്നവരെയെല്ലാം യക്ഷി കൊല്ലും. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് ഒരു ഭാര്യയും ഭർത്താവിനെയുമാണ് കാണിക്കുന്നത്. ഭാര്യയായ ശോഭ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വെള്ളം കുടിക്കുവാനായിട്ട് കിച്ചണിലേക്ക് പോകുന്നു. തറയിൽ നിന്നും ഒരു ഗോൾഡ് കോയിൻ അവൾക്ക് കിട്ടും. അതും എടുത്തവൾ ഹാളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പെണ്ണിരിക്കുന്നു. അവളാണെങ്കിലോ ഉഗ്രരൂപത്തിലാണുള്ളത്. അത് കണ്ട് ശോഭ ഞെട്ടിയുണരും. ശോഭയുടെ സ്വപ്നമായിരുന്നു അത്. ശോഭ അടുത്ത ദിവസം തന്നെ താൻ കണ്ട സ്വപ്നത്തിന്റെ പൊരുളറിയുവാൻ വേണ്ടി ഒരു സ്വാമിജിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. സ്വാമിജി കാര്യമെല്ലാം കേട്ടുകഴിഞ്ഞ്, ഈ വീട്ടിൽ എവിടെയോ നിധിയുണ്ട്, അതിന് കാവലിരിക്കുന്ന യക്ഷിയാണ് നിങ്ങൾ സ്വപ്നം കണ്ടതെന്നും പറയും. സ്വാമി കുറച്ച് പൂജ ചെയ്യുകയാണ്. അന്ന് രാത്രി ഉറങ്ങുവാനായി കിടന്ന സ്വാമിയെ യക്ഷി ആക്രമിക്കും. അതോടെ പേടിച്ച സ്വാമി, നിങ്ങൾ ആരും ഈ വീട്ടിൽ നിൽക്കരുത്, അത് അപകടമാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടും. എന്നാലും ശോഭയും ഭർത്താവും അവിടെ തന്നെ നിൽക്കുന്നു. പക്ഷേ എന്ത് സംഭവിച്ചെന്നറിയില്ല. ബലി കൊടുക്കപ്പെട്ടതുപോലെ രണ്ടാളും മരിച്ചു കിടക്കും. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് പ്രസന്റ് ആണ് കാണിക്കുന്നത്. പ്രേത പിശാചുകളെയൊക്കെ കുറിച്ച് സ്റ്റഡി നടത്തുന്ന മനീഷ് ശർമ്മ എന്ന ആളിനെ കാണിക്കുന്നു. മനീഷിന്റെ ക്ലാസ് കേൾക്കുവാനായിട്ട് ഒരുപാട് പേരെത്തിയിട്ടുണ്ട്. പ്രേതത്തെ വിശ്വസിക്കാത്തവർ ആരുണ്ടെന്ന ചോദ്യത്തിന് ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ കൈപൊക്കും. അത് കഥാനായകനായ ശിവയായിരുന്നു. ശിവയെ സ്റ്റേജിലേക്ക് വിളിപ്പിക്കും. ശിവ സ്റ്റേജിലേക്ക് എത്തിയിട്ട് പ്രേതത്തെ തന്റെ കണ്ണിൽ കണ്ടാൽ മാത്രമേ താൻ വിശ്വസിക്കൂ എന്ന് പറയും. ശിവയുടെ കയ്യിലെ ചരട് കണ്ട മനീഷ്, പ്രേതത്തിൽ വിശ്വാസമില്ല, പക്ഷേ ദൈവത്തിലുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോഴോ, ഞാൻ ഒന്നിലും വിശ്വസിക്കുന്നില്ല, ഇതെന്റെ അമ്മ കെട്ടിത്തന്ന ചരടാണ്, എന്റെ അമ്മയെ എനിക്ക് അത്ര ഇഷ്ടമാണെന്നും ശിവ പറയുന്നു. ഒരു നാൾ നീ എന്റെ അടുത്തേക്ക് വരുമെന്നും പോകാനൊരുങ്ങുന്ന ശിവയോട് മനീഷ് പറയും. ആ ദിവസത്തിനായി ഞാനും കാത്തിരിക്കുകയാണ് എന്നായിരുന്നു ശിവയുടെ മറുപടിയും. ശിവ ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതും. അതുകൂടാതെ ഭൂതവും പ്രേതവും ഒക്കെ ഇല്ല എന്ന് തെളിയിക്കുവാനെയും അഥവാ ഉണ്ടെങ്കിൽ നേരിൽ കാണുവാനായിട്ടും വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ്. കൂട്ടുകാരും കൂടെയുണ്ട്. പ്രേതമുണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് ഇവർ പോകും. മകൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ പേടിച്ച് അമ്മ എപ്പോഴും മകനു വേണ്ടി പ്രാർത്ഥനയാണ്. IT കമ്പനിയിൽ നല്ല പൊസിഷനിലാണ് അവൻ ജോലി ചെയ്യുന്നതും. അതിനു പുറമെയാണ് പ്രേതത്തെ അന്വേഷിച്ച് നടക്കുന്നതും. ശിവയുടെ ചേച്ചി വിദേശത്താണുള്ളത്. ഒരു ദിവസം പതിവ് പോലെ തന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തിയ ശിവ ഉറങ്ങിപ്പോയി. എന്നാൽ ശിവ കട്ടിൽ നിന്നും ഉയർന്നു വരികയാണ്. നമ്മളെ അത് കാണിക്കുമെങ്കിലും ശിവയ്ക്കതറിയത്തില്ല. പക്ഷേ ശിവ അപ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ അമ്മ കത്തികൊണ്ട് കുത്തി കൊല്ലുവാനായി വരുന്നത്. ആ സ്വപ്നം കണ്ട് ശിവ ഞെട്ടിയുണരും. ഇടയ്ക്കിടയ്ക്ക് ഇത്തരം സ്വപ്നങ്ങൾ കാണുന്നത് പതിവായിരുന്നു. അപ്പോഴേക്കും പ്രേതത്തെ കണ്ടെത്താനുള്ള അടുത്ത സ്ഥലം കണ്ടെത്തിയെന്ന് പറഞ്ഞ് കൂട്ടുകാരൻ വിളിക്കും. ശിവയും അവിടേക്ക് പോകും. ശിവയാണെങ്കിലോ തന്റെ ഡിവൈസ് ഒക്കെ കയ്യിലെടുക്കുകയാണ്. അപ്പോൾ ഒരു പെണ്ണ് അതുവഴി നടന്നു പോകുന്നത് കൂട്ടുകാരൻ കാണുന്നു. കൂട്ടുകാരൻ പേടിച്ചു പോകും. അതാരാണെന്ന് നോക്കുവാനായിട്ട് ശിവ പോവുകയാണ്. എന്നാൽ പെട്ടെന്ന് ശിവയുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചിട്ട് ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഓടിപ്പോകും. അതൊരു മനുഷ്യനാണെന്നും ശിവയ്ക്ക് മനസ്സിലായി. ആ പെൺകുട്ടി ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ്. അവിടെ ഒരു ശില കാണുവാനായിട്ട് അവൾ വന്നതായിരുന്നു. അതാണ് കഥാനായികയെ സിത്താര. അടുത്ത ദിവസം ശിവയുടെ അമ്മ ഒരു ഗുരുജിയെ കാണുവാനായിട്ട് പോവുകയായിരുന്നു. ബൗൺസേഴ്സ് ആണെങ്കിൽ അമ്മയെ തടയുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് അകത്ത് കയറാൻ കഴിയുന്നില്ല. എന്നാൽ അമ്മയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് സിത്താരയായിരുന്നു. സിത്താര സ്ഥിരം ഗുരുജിയെ കാണാൻ വരുന്നത് പതിവായിരുന്നു. അതേസമയം ശിവയും അവിടേക്ക് വരും. ശിവയ്ക്ക് സിത്താരയെ കണ്ടതും അവളെയാണ് താൻ തലേ ദിവസം കണ്ടതെന്നും മനസ്സിലാകുന്നു. രണ്ടാളുടെയും അമ്മമാർ ഗുരുജിയുടെ പ്രസംഗം കേട്ടിരിക്കുമ്പോൾ ശിവയും സിത്താരയും സംസാരിച്ചിരിക്കുകയാണ്. നീ എന്തിനാ അവിടെ വന്നതെന്ന് ശിവ ചോദിക്കുമ്പോഴോ, അതൊരു ശില കാണാനാണെന്നും അവൾ പറയുന്നു. തനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെന്നും അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് താൻ വരുന്നതെന്നും ശിവ പറയുന്നു.
പിന്നെന്തിനാ പ്രേതത്തെ അന്വേഷിച്ച് നടക്കുന്നതെന്ന് സിത്താര ചോദിക്കുമ്പോൾ പ്രേതത്തിനെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നേരിൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഞാനത് വിശ്വസിക്കൂ. അതിനാണ് ഞാൻ ശ്രമിക്കുന്നതെന്നും അവൻ പറയുന്നു. പിന്നെ പതിവായി അവർ കാണുവാനായും തുടങ്ങി. രണ്ടാളും ഫോൺ നമ്പറൊക്കെ പരസ്പരം കൈമാറി. അവരുടെ ഫ്രണ്ട്ഷിപ്പ് പ്രണയമായി മാറി. അങ്ങനെയിരിക്കെ ഒരു ദിവസം മനീഷ് ശർമ്മയുടെ കൂടെയുള്ള ഒരാൾ മരണപ്പെട്ട വാർത്ത ശിവ കാണുന്നു. ഏതോ ഹോണ്ടഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോയാണ് മരണപ്പെട്ടതെന്നും ന്യൂസിലുണ്ടായിരുന്നു. അതേ സ്ഥലത്തേക്ക് തന്നെ ശിവ ഒറ്റയ്ക്ക് പോകും. ആ സ്ഥലമാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ യക്ഷി കാവലുള്ള സ്ഥലം. ശിവ വരുന്നത് യക്ഷിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ശിവയെ തടയുവാനായിട്ട് യക്ഷി ശ്രമിക്കും. ശിവയെ യക്ഷി അപകടപ്പെടുത്തുകയാണ്. വരുന്ന വഴിയിൽ ലോറി ശിവയെ തട്ടുവാനായി വരുമെങ്കിലും ഒരു ഡോഗ് കുറുകെ ചാടിയതിനാലാണ് ശിവ രക്ഷപ്പെട്ടതും. അതുകൊണ്ട് തന്നെ ശിവ മനീഷിനെ കാണുവാനായി പോകും. മനീഷിന്റെ ഫ്രണ്ട് മരിച്ച കാരണം അന്വേഷിക്കുന്ന സമയത്താണ് ആ ഗ്രാമത്തിൽ ഒരുപാട് നിധിയുണ്ട്, അതിനെക്കുറിച്ച് കണ്ടുപിടിക്കാനാണ് അവൻ പോയത്. പക്ഷേ അവിടെ വെച്ചവൻ മരണപ്പെട്ടെന്നും പറയുമ്പോഴോ ഏതാ ആ സ്ഥലം, ഞങ്ങൾ അവിടേക്ക് പോകാമെന്നും അവിടുത്തെ ദുരൂഹത കണ്ടുപിടിക്കാമെന്നും ശിവ പറയുന്നു. പക്ഷേ സ്ഥലം ഞാൻ പറഞ്ഞു തരില്ല, അത് അപകടം നിറഞ്ഞ സ്ഥലമാണെന്നും മനീഷ് പറയും. എത്ര ചോദിച്ചിട്ടും മനീഷ് പറഞ്ഞു കൊടുക്കുന്നതേയില്ല. എന്തിനാ നീ ഇതിനൊക്കെ ഇറങ്ങുന്നത്? നിന്റെ കൂടെ ഞാനില്ലേ? അതിന് വല്ല പ്രേതവും ഉണ്ടെങ്കിലല്ലേ പേടിക്കേണ്ടിയുള്ളൂ. പ്രേതമേ ഈ ലോകത്തില്ല എന്നും അവൻ പറയുന്നു. അന്നേ ദിവസം കൂട്ടുകാരനൊപ്പം ശിവ പാർട്ടിക്ക് പോയ സമയം മനീഷിന്റെ അസിസ്റ്റന്റ് ശിവയെ വിളിക്കും. ഇന്ന് നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു. എനിക്കും അവിടെ പോകണമെന്ന ആഗ്രഹമുണ്ട്. മനീഷ് സാർ സമ്മതിക്കില്ല. നമുക്ക് രണ്ടാൾക്കും കൂടി അവിടേക്കൊന്ന് പോയാലോ എന്നും അസിസ്റ്റന്റ് ചോദിക്കും. ശിവ അതിന് സമ്മതിക്കുകയാണ്. അന്ന് രാത്രിയും ശിവ ഉറക്കത്തിൽ കട്ടിൽ നിന്നും ഉയർന്നു പൊങ്ങും. ഒരു സ്വപ്നവും അവൻ കാണുകയാണ്. ഒരച്ഛനാണെങ്കിലോ തന്റെ കുഞ്ഞിനെ കൊല്ലുവാനായി നോക്കുന്നതാണ് സ്വപ്നത്തിൽ അവൻ കണ്ടതും. അതോടെ അവൻ ഞെട്ടി ഉണരുന്നു. ആ സീൻ അവിടെ കെട്ടായി. പിന്നീട് കാണിക്കുന്നത് ശിവയും അസിസ്റ്റന്റും കൂടി ആ നാട്ടിലേക്ക് പോകുന്നതാണ്. അതേസമയമായിരുന്നു സിത്താരയ്ക്ക് സ്ഥിരം കാണാൻ പോകാറുള്ള ഗുരുജി ശിവയുടെ ജാതകം കണ്ട് സിത്താരയുടെ ഒരു കാര്യം പറയുന്നത്. അവനെ സൂക്ഷിക്കണം, അവന് വലിയൊരു ആപത്ത് വരാൻ പോകുന്നുണ്ട്. അത് കേട്ട് സിത്താര ഞെട്ടിപ്പോകുന്നു. അതേസമയമായിരുന്നു രണ്ടാളും പ്രേതമുള്ള ഗ്രാമത്തിലേക്ക് എത്തുന്നതും. അവിടെ നിധി എടുക്കുവാനുള്ള പൂജ നടക്കുകയാണ്. ഒരുപാട് പേരുണ്ടായിരുന്നു. പൂജ നടക്കുന്നത് യക്ഷിക്ക് മനസ്സിലായി. യക്ഷിയുടെ പേരാണ് ധനപിശാചിനി. മറ്റൊരു വശത്ത് ശിവയുടെ അച്ഛനാണെങ്കിലോ പഴയ ഫോട്ടോസ് ഒക്കെ എടുക്കുവാനായി കയറുമ്പോൾ കാല് തന്നെ തറയിൽ വീഴും. മാത്രവുമല്ല അമ്മ അറിയാതെ വീട്ടിലെ ഗ്യാസും ഓണാക്കിയിരുന്നു. അതേസമയമായിരുന്നു സ്വാമി ശിവയുടെ ജീവനാപത്തെന്നും പറഞ്ഞതും. അപ്പോഴേക്കും ശിവ നിൽക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് മിന്നൽ വീണ് മരം നിന്ന് കത്തും. അപ്പോഴേക്കും സിത്താര ശിവയെ കോൾ ചെയ്ത് എത്രയും വേഗം വീട്ടിലേക്ക് വരണമെന്നും അവനോട് പറഞ്ഞു. ശിവ വീട്ടിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച അമ്മയുടെ കൈ പൊള്ളിയിരിക്കുന്നതാണ്. ഗ്യാസ് ചെറുതായി മാത്രം ഓൺ ആയതുകൊണ്ട് ചെറിയ അപകടം മാത്രമേ സംഭവിച്ചുള്ളൂ. അതേസമയം ശിവയ്ക്ക് കൂട്ടുകാരന്റെ കോൾ വരും. നീ പോയ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നവരെല്ലാം മരിച്ചു, ന്യൂസ് ഒന്ന് നോക്കുവാനായും പറയുന്നു. ന്യൂസ് നോക്കിയപ്പോൾ ശിവ ചെന്ന സമയത്ത് അവിടെ പൂജയൊക്കെ നടത്തിയിരുന്ന എല്ലാവരും മരിച്ച വാർത്തയാണ് കാണുന്നത്. നീ എന്തിനാ അവിടേക്ക് പോയതെന്ന് സിത്താര ചോദിക്കും. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പ്രേതത്തെ ഞാൻ നേരിട്ട് കാണുമായിരുന്നുവെന്നും അവൻ പറയുമ്പോൾ ദേഷ്യം വന്ന അച്ഛൻ അവൻ ആ നാട്ടിൽ പോയതറിഞ്ഞ് അവനെ ഒരുപാട് തല്ലും. അച്ഛൻ എന്നിട്ടിരുന്ന് കരയുകയാണ്. അപ്പോഴാണ് പഴയൊരു ഫോട്ടോ ശിവ കാണുന്നതും. ഒരച്ഛനും അമ്മയും കുഞ്ഞും നിൽക്കുന്ന ഫോട്ടോയാണത്. ഇവരാരാ? ഇവരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ കാണുന്നതെന്നും ശിവ പറയുമ്പോൾ ഇതെന്റെ സഹോദരനും സഹോദരന്റെ ഭാര്യയും കുഞ്ഞുമാണ്. ഇവരെന്തിനാ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചത്? അതവരുടെ കുഞ്ഞല്ലേ എന്ന് ശിവ ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് യഥാർത്ഥത്തിൽ നീ അവരുടെ മകനാണെന്നും ഇത്രയും നാൾ അവന്റെ വളർത്തച്ഛനും വളർത്തമ്മയും മറച്ചുവെച്ച ശിവയെ പറ്റിയുള്ള സത്യങ്ങളെല്ലാം തുറന്നു പറയുവാനായും ആരംഭിക്കുന്നു. ശിവയുടെ അച്ഛന്റെ പേരാണ് വാസു, അമ്മയുടെ പേരാണ് ദേവി. ദേവിയുടെ സഹോദരനാണ് വാൽരാജ്. വാൽരാജിന്റെ ഭാര്യയാണ് ശോഭ. ഇവരെ രണ്ടുപേരെയുമാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചതും. എന്നാൽ ഇപ്പോൾ ദേവി പ്രഗ്നന്റ് ആയിരിക്കുകയാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും വാൽരാജിനും ശോഭയ്ക്കും കുട്ടികളില്ല. അതിന്റെ സങ്കടം അവർക്കുണ്ട്. ശോഭയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് സ്വപ്നങ്ങൾ കാണാറുള്ളത് പതിവായിരുന്നല്ലോ. ആ സ്വപ്നത്തിലെല്ലാം വരുന്നത് ഏതോ ഒരു വിചിത്രമായിട്ടുള്ള ഒരു യക്ഷിയുടെ രൂപമായിരുന്നല്ലോ. ആ സ്വപ്നത്തെപ്പറ്റി ആദ്യമൊരു സ്വാമിയോട് അന്വേഷിച്ചപ്പോൾ സ്വാമി അവിടെ നിന്ന് പേടിച്ചോടുകയാണല്ലോ ചെയ്തത്. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു സ്വാമിയെ വിളിപ്പിക്കും. സ്വാമി പറയുന്നത് നിധി എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള സൂചനയാണ് നിനക്ക് തരുന്നത്. ആ നിധി സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ശോഭയാണെങ്കിലോ വലിയ പണക്കാരിയാണ്. ഒരുപാട് സ്വർണവും പണവും അവളുടെ കൈക്കൽ കാണും. പക്ഷേ നിധി എടുക്കണമെങ്കിൽ നിധിക്ക് കാവലിരിക്കുന്ന യക്ഷിയെ പ്രീതിപ്പെടുത്തണം. യക്ഷി ആഗ്രഹിക്കുന്ന കാര്യം കൊടുത്തു കഴിഞ്ഞാൽ
ആ ഒരു നിധി സ്വന്തമാക്കുവാനേയും കഴിയും. അതിനു വേണ്ടിയിട്ട് ഒരു പൂജ നടത്തണമെന്നും സ്വാമി പറയുന്നു. അതനുസരിച്ച് അവർ പൂജ നടത്തും. എന്നാൽ വാൽരാജ് ശോഭയോട് പറയുന്നുണ്ട്, ഇതൊക്കെ വേണോ, എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ ആദ്യം പറയുമെങ്കിലും നിങ്ങളെ കൊണ്ട് ഇത്രയും സ്വർണമൊക്കെ എനിക്ക് വാങ്ങിത്തരാൻ കഴിയുമോ? ഇല്ലല്ലോ, പിന്നെ എന്നോടൊപ്പം നിന്നാൽ മതിയെന്നും ശോഭ ഭർത്താവിനെ വിരട്ടുന്നു. അങ്ങനെ ആദ്യത്തെ ഘട്ട പൂജ നടക്കും. ആ സമയത്ത് പ്രഗ്നന്റ് ആയ ദേവിക്ക് പ്രഗ്നന്റ് ആയതിന്റെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. ആദ്യത്തെ ഘട്ട പൂജ നല്ല ഭംഗിയായിട്ട് കഴിയുന്നു. എന്നാൽ രണ്ടാം ഘട്ട പൂജ നടക്കണമെങ്കിൽ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ സാന്നിധ്യം വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അടുത്ത ഘട്ട പൂജയും കംപ്ലീറ്റ് ആകൂ എന്നും സ്വാമി പറയുന്നു. എന്നാൽ അപ്പോഴാണ് ദേവിയുടെ കാര്യം ശോഭയ്ക്ക് ഓർമ്മ വരുന്നതും. ദേവിയെ ഈ പൂജയിലേക്ക് കൊണ്ടുവന്നാലോ എന്ന് ശോഭ ബാലരാജിനോട് ചോദിക്കും. പക്ഷേ സ്വന്തം സഹോദരിയല്ലേ, സഹോദരിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന ചിന്തയായിരുന്നു ബാലരാജിന്. അത് വേണ്ടെന്ന് ശോഭയെ തടയുവാനായി നോക്കും. പക്ഷേ ശോഭയാണെങ്കിലും ഭർത്താവിനെ ഒരുപാട് വഴക്ക് പറയും. ശോഭയുടെ സംസാരത്തിൽ പേടിച്ച് ഭർത്താവായ ബാലരാജ് തന്റെ സഹോദരിയെ ദേവിയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായും തീരുമാനിക്കും. ദേവിയുടെ അടുത്ത് എത്തുകയാണ് ശോഭയും ബാലരാജും. ദേവിയുടെയും വാസുവിന്റെയും അടുത്തെത്തിയ ബാലരാജ് ദുർമന്ത്രവാദത്തിനാണ് ദേവിയെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പേടിച്ചാലോ എന്ന് കരുതി മറ്റൊരു കാര്യമാണ് പറയുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുട്ടികളില്ലല്ലോ, അപ്പോൾ ഒരു പൂജ നടത്തി കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകുമെന്നാ പറയുന്നത്. ആ പൂജയ്ക്ക് ഒരു പൂർണ്ണ ഗർഭിണിയുടെ സാന്നിധ്യം വേണം. നീ ഒന്ന് വരുമോ എന്ന് ദേവിയോട് ബാലരാജ് ചോദിക്കും. അവർക്ക് രണ്ടുപേർക്കും കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് താൻ വരാമെന്നും ദേവി സമ്മതിക്കുന്നു. പൂജ നടക്കുന്നിടത്തേക്ക് എത്തുകയാണ് ദേവി. പക്ഷേ ആ പൂജ നടക്കുന്ന സ്ഥലങ്ങളിലെ കളങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ട് വാസുവിന് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നു. ഇതുപോലെ ബ്ലാക്ക് മാജിക്കും ചെയ്യുകയാണോ എന്ന് വാസു ചോദിക്കുമ്പോൾ അങ്ങനൊന്നുമല്ല എന്നും വാൽരാജും ശോഭയും പറയും. അങ്ങനെ ദേവിയെ കൊണ്ടുവന്ന് കളത്തിലിരുത്തും. പൂജയും ആരംഭിച്ചു. ഇവർ ചെയ്യാൻ പോകുന്നത് എന്തെന്നാൽ ആ യക്ഷിയെ വിളിച്ചു വരുത്തുക, എന്നിട്ട് യക്ഷിക്ക് ആവശ്യമുള്ളത് എന്താണ് അത് കൊടുക്കുക. യക്ഷിയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ എവിടെയാണ് നിധി ഇരിക്കുന്നതെന്ന് യക്ഷി പറഞ്ഞു തരും. അതാണ് അവർ ചെയ്യാൻ പോകുന്നതും. അങ്ങനെ പൂജ ആരംഭിച്ച് കുറച്ചു കഴിഞ്ഞതും ദേവിയാണെങ്കിലോ ഒരു സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിക്കും. അവിടെയാണ് നിധി ഇരിക്കുന്നതെന്നുള്ള കാര്യവും അവിടെയാണ് യക്ഷി ഉള്ളതെന്നുള്ള കാര്യവും പൂജാരിക്കും ശോഭയ്ക്കും മനസ്സിലായി. വീണ്ടും പൂജ നടക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ദേവിക്ക് പ്രസവവേദന വന്നിരുന്നു. ദേവിയെ കൊണ്ടുവന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇരുത്തുകയാണ് വാസു. അപ്പോഴേക്കും പ്രസവം എടുക്കുവാനായിട്ട് ഒരു സ്ത്രീയെയും കൊണ്ടുവന്നിരുന്നു. അങ്ങനെ പ്രസവത്തിന്റെ കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കവേ മറ്റൊരു വശത്ത് പൂജ നടക്കുകയാണ്. ഇപ്പോൾ ശോഭയുടെ കണ്ണിലാണ് ഇനി യക്ഷിയെ കാണുവാനായും പോകുന്നത്. പൂജ നടക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, യക്ഷിയെ കാണുന്നോ എന്ന്. ഇല്ല എന്ന് തന്നെ ശോഭ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാമി പറയും, എങ്കിലൊരു കാര്യം ചെയ്, ഒരു കോഴിയെ ബലി കൊടുക്ക്, അപ്പോൾ യക്ഷിയെ കണ്ണിൽ കാണാൻ കഴിയുമെന്നും സ്വാമി പറയുന്നു. അതനുസരിച്ച് വാൽരാജ് ഒരു കോഴിയെ കൊണ്ടുവന്ന് ബലി കൊടുക്കുന്നു. അപ്പോഴാണ് യക്ഷി കൺമുന്നിൽ വരുന്നതും. യക്ഷിയാണെങ്കിലോ ആ കോഴിയുടെ രക്തം കുടിക്കുന്നു. എന്നിട്ട് വീണ്ടും യക്ഷി പറഞ്ഞുകൊണ്ടേയിരിക്കും, എനിക്ക് രക്തം മതിയായില്ല, ഇനിയും വേണമെന്ന്. അപ്പോൾ അടുത്തതായിട്ട് വീണ്ടും സ്വാമി പൂജ ചെയ്തുകൊണ്ടിരുന്നിട്ട് പറയും, അടുത്തതായിട്ട് ഒരാടിനെ കൊണ്ടുവന്ന് ബലി കൊടുക്കാൻ. അങ്ങനെ ആടിനെയും ബലി കൊടുത്തു. അപ്പോഴും യക്ഷി പറയുന്നത് മതിയായില്ല, എനിക്ക് ഇനിയും രക്തം വേണമെന്ന്. അപ്പോൾ സ്വാമി വീണ്ടും പറയും, എങ്കിലൊരു കാര്യം ചെയ്, ഒരു പശുവിനെ കൊണ്ടുവന്ന് ബലി കൊടുക്ക്. അങ്ങനെ വാൽരാജ് പശുവിനെ കൊണ്ടുവന്ന് ബലി കൊടുത്തു. അപ്പോഴും യക്ഷി പറയുന്നത് എനിക്ക് മതിയായില്ല, ഇനിയും എനിക്ക് രക്തം വേണമെന്നാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് സ്വാമി ചിന്തിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ തന്നെ യക്ഷിയാണെങ്കിൽ ശോഭയുടെ അടുത്തേക്ക് വരുന്നു. യക്ഷിക്കിനെ അടുത്തത് എന്താണ് വേണ്ടതെന്ന് സ്വാമി ചോദിക്കും. അതേ സമയമായിരുന്നു ദേവി ശിവയെ പ്രസവിച്ചതും. എന്നാൽ അത് യക്ഷി കാണുന്നുണ്ട്. യക്ഷി ഉടനെ തന്നെ ആ ജനിച്ച കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചിട്ട് എനിക്ക് ആ കുഞ്ഞിനെയാണ് വേണ്ടതെന്നും യക്ഷി പറയും. കുഞ്ഞിനെയാണ് യക്ഷിക്ക് വേണ്ടതെന്ന് മനസ്സിലായ വാൽരാജ് ഉടനെ തന്നെ വാസുവിനും ദേവിക്കും അടുത്തെത്തി കുഞ്ഞിനെ എടുക്കുകയാണ്. നീ എവിടെയാ കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് ചോദിക്കുമ്പോൾ യക്ഷിക്ക് ബലി കൊടുക്കാൻ. ബലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്വർണം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കഷ്ടപ്പാടും തീരുമെന്നും വാൽരാജ് പറയുന്നു. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നും വാസു പറഞ്ഞിട്ട് തന്റെ കുഞ്ഞിനെ പിടിച്ചു വാങ്ങും. അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് നടക്കുന്നു. എന്നാൽ വാസുവാണെങ്കിലോ വാൽരാജിനെ അടിച്ചിട്ടിട്ട് തന്റെ കുഞ്ഞിനെയും കൊണ്ട് ഭാര്യയും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ്. അയ്യോ, കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് വാൽരാജ് സ്വാമിയോട് ചോദിക്കും. എന്നാൽ സ്വാമി പറയുന്നത് യക്ഷിയുടെ ദാഹം ഇതുവരെയും തീർന്നിട്ടില്ല, നമുക്ക് നിന്റെ ഭാര്യയെ ശോഭയെ ബലി കൊടുക്കാമെന്നും വാൽരാജിനോട് പറയും. എന്നാൽ വാൽരാജ് അതിന് സമ്മതിക്കത്തില്ല. പക്ഷേ സ്വാമി അപ്പോഴേക്കും ശോഭയുടെയും കഴുത്തറുത്ത് വാൽരാജിന്റെയും കഴുത്തറുത്തിരുന്നു. രണ്ടുപേരെയും കൊന്നു. എന്നിട്ട് യക്ഷിയോട് പറയുന്നുണ്ട്, ഇനിയും നിന്റെ ദാഹം തീർന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എന്റെ ദാഹം തീർന്നില്ല എന്നും യക്ഷി പറയുന്നു. അങ്ങനെയാണെങ്കിൽ നീ എന്റെ രക്തം കൂടി എടുത്തോ എന്ന് പറഞ്ഞിട്ട് സ്വാമിയാണെങ്കിലോ സ്വന്തം കഴുത്തറക്കുകയാണ്. എന്നിട്ടും യക്ഷിയുടെ ദാഹം തീർന്നില്ല. എനിക്ക് ആ കുഞ്ഞാണ് വേണ്ടതെന്നും യക്ഷി പറയുന്നു. സിനിമയുടെ തുടക്കത്തിൽ ശോഭയും ഭർത്താവും മരണപ്പെട്ട് കിടക്കുന്നത് കാണിച്ചില്ലേ, സത്യത്തിൽ അവരെ ബലി കൊടുത്തതാണ്.
അങ്ങനെയാണ് ശോഭയും ബാലരാജും മരിച്ചത്. ആ ഒരു പൂജയ്ക്ക് ശേഷം യക്ഷി പുറത്തു വന്നു. അതിനുശേഷം ഗ്രാമത്തിലുള്ള എല്ലാവരെയും ദ്രോഹിക്കുവാനായും തുടങ്ങി. യക്ഷിക്ക് ആരുടെ ദേഹത്ത് വേണമെങ്കിലും പ്രവേശിക്കാനും ആരെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യുവാനുള്ള കഴിവുണ്ടായിരുന്നു. അതുവഴി ഒരുപാട് പേരുടെ ദേഹത്ത് പ്രവേശിക്കുകയും ഒരുപാട് പേരെ കൺട്രോൾ ചെയ്യുകയും ഒരുപാട് പേരെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ യക്ഷി തന്റെ ദാഹം തീരുവാനായിട്ട് രക്തം കുടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ എന്നിട്ടും യക്ഷിയുടെ ദാഹം തീർന്നില്ല. യക്ഷിയുടെ ദാഹം തീരണമെങ്കിൽ ആ കുഞ്ഞിന് തന്നെ വേണം. കുഞ്ഞിനെ കൊന്ന് അതിന്റെ രക്തം കുടിക്കുവാൻ വേണ്ടിയിട്ട് യക്ഷി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. പക്ഷേ യക്ഷിക്ക് നേരിട്ട് കുഞ്ഞിനടുത്തേക്ക് വരാനായും കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ അച്ഛനെയും അമ്മയും ഉപയോഗിച്ച് കുഞ്ഞിനെ കൊല്ലുവാനായിട്ടും യക്ഷി തീരുമാനിക്കും. ഒരു ദിവസം ദേവി പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ദേവിയുടെ സ്വഭാവം മാറും. ദേവിയുടെ ശരീരത്തിലേക്ക് യക്ഷി പ്രവേശിച്ചു. ദേവി തന്റെ കയ്യിലിരുന്ന കത്തിയെടുത്ത് കുഞ്ഞിനെ കുത്തി കൊല്ലുവാനായിട്ടും പോവുകയാണ്. കുഞ്ഞ് തൊട്ടിൽ കിടക്കുകയാണേ. അതേ സമയമായിരുന്നു വാസു അവിടേക്ക് വന്നതും ദേവിയുടെ കയ്യിൽ നിന്നും കത്തി പിടിച്ചു വാങ്ങുന്നതും. അപ്പോഴാണ് ദേവിക്ക് സ്വബോധം വന്നതും. മാത്രവുമല്ല, ഒരിക്കൽ വാസു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു വാസുവിന്റെ സ്വഭാവം മാറുന്നതും വാസു കുഞ്ഞിനെ കൊല്ലുവാനായി ഒരുങ്ങുന്നതും. അപ്പോഴേക്കും ദേവി വന്നതുകൊണ്ട് കുഞ്ഞിനെ രക്ഷിക്കുവാനായി കഴിഞ്ഞു. നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ആ യക്ഷിയാണെന്നും വാസുവിനും ദേവിക്കും മനസ്സിലായി. ഇനി കുഞ്ഞ് നമ്മളുടെ കയ്യിലിരുന്നാൽ സേഫ് അല്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റണം. എന്റെ ചേട്ടന്റെ അടുത്ത് കുഞ്ഞിനെ ഏൽപ്പിക്കാമെന്നും വാസു പറയുന്നു. അങ്ങനെ കുറെ പൂജകളും ചടങ്ങുകളും ഒക്കെ നടത്തിയാണ് കുഞ്ഞിനെ വാസുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചതും. എന്നാൽ യക്ഷി ഇതറിഞ്ഞു. പക്ഷേ യക്ഷിക്കാണെങ്കിൽ കുഞ്ഞിനടുത്തേക്ക് വരാനായും കഴിയുന്നില്ല. അത്രയ്ക്കും പൂജകളൊക്കെ അവർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദേഷ്യം മനസ്സിലുണ്ടായിരുന്ന യക്ഷിയാണെങ്കിൽ വാസുവിനെയും ദേവിയും കത്തിച്ചു കൊല്ലുകയാണ് ചെയ്തതും. ശിവയോട് അച്ഛൻ ചോദിക്കും, നീ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കത്തില്ലേ അമ്മ എപ്പോഴും നിനക്ക് വേണ്ടിയിട്ട് എന്തിനാ അമ്പലങ്ങളിലേക്ക് പൂജ നടത്തുന്നതെന്ന്? നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ നിന്റെ അമ്മ പൂജ നടത്തുന്നതെന്നും അച്ഛൻ പറയുന്നു. പക്ഷേ ഇതെല്ലാം കേട്ട് വിശ്വസിക്കാൻ പറ്റാത്ത മട്ടിൽ നിൽക്കുകയായിരുന്നു ശിവ. അങ്ങനെ ശിവ കൂട്ടുകാരെയും കൂട്ടി നേരെ പോകുന്നത് അവന്റെ അച്ഛനും അമ്മയും താമസിച്ചിരുന്ന അച്ഛനും അമ്മയും മരണപ്പെട്ട അതേ വീട്ടിലേക്കാണ്. അവിടെ വെച്ച് അച്ഛനോടും അമ്മയോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനൊക്കെ തന്റെ ഡിവൈസ് ഉപയോഗിച്ച് ശ്രമിക്കും. എന്നാൽ അതുപോലെ തന്നെ അച്ഛന്റെയും അമ്മയുടെയും ആത്മാവ് ശിവയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായും ആ ഡിവൈസ് വഴി ശ്രമിക്കുന്നു. ശിവയാണെങ്കിൽ അത് മനസ്സിലാക്കുകയാണ്. ശിവ അച്ഛനെയും അമ്മയും മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പൊട്ടിക്കരയുകയാണ്. ഇത്രയും നാള് പ്രേതവും പിശാചും ആത്മാവും ഒന്നുമില്ല എന്ന് കരുതിയിരുന്ന ശിവയ്ക്ക് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവന്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഗുരുജിയെ കാണുവാനായും പോകും. എന്നാൽ ഗുരുജി പറയുന്നത് അന്ന് മോചിപ്പിക്കപ്പെട്ട യക്ഷി ഇപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ഇവന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ഒരു കുഞ്ഞിനെ യക്ഷിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതിന് കാരണം എല്ലാ ദിവസമൊന്നും യക്ഷിക്ക് ഇവൻ അടുത്തേക്ക് വരാൻ കഴിയില്ല. ചില ദിവസങ്ങളുണ്ട്, ആ ദിവസം മാത്രമേ യക്ഷിക്ക് ഇവൻ അടുത്തേക്ക് വരാൻ കഴിയൂ. ആ ദിവസങ്ങളിലെല്ലാം ഇവനെ കൊല്ലുവാനായിട്ട് യക്ഷി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഇവനെ രക്ഷിക്കുവാനായി വന്നത് ഇവന്റെ അച്ഛന്റെയും അമ്മയുടെയും ആത്മാവാണെന്നും ഗുരുജി പറയുന്നു. ആ ഒരു സീനൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. അന്ന് ലോറി ഇടിക്കുവാനായി വന്ന സമയത്ത് ഒരു ഡോഗ് വന്നല്ലേ അവനെ രക്ഷിച്ചതും അതവന്റെ അച്ഛന്റെയും അമ്മയുടെയും ആത്മാവാണ്. മാത്രമല്ല, അന്ന് പൂജ നടക്കുന്ന സ്ഥലത്ത് വെച്ച് മിന്നൽ അവന്റെ ദേഹത്ത് വീഴാൻ വന്നതാ. പക്ഷെ അതൊരു മരത്തിലോട്ടാക്കി മാറ്റിയതും അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ആത്മാവായിരുന്നു. തന്നെ ഇത്രയും നാൾ പ്രൊട്ടക്ട് ചെയ്തത് തന്റെ അച്ഛന്റെയും അമ്മയുടെയും ആത്മാവാണെന്ന് ശിവയ്ക്ക് മനസ്സിലായി. യക്ഷിയെ തളച്ചാൽ മാത്രമേ അവർക്ക് രണ്ടുപേർക്കും മോക്ഷം കിട്ടൂ എന്ന് മനസ്സിലാക്കിയ ശിവ അച്ഛനും അമ്മയ്ക്കും മോക്ഷം കൊടുക്കുവാനായിട്ടും തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവൻ ആദ്യം പോകുന്നത് മനീഷിന്റെ അടുത്തേക്കാണ്. എന്റെ അച്ഛനും അമ്മയ്ക്കും മോക്ഷം കിട്ടണമെങ്കിൽ യക്ഷിയെ തളയ്ക്കണം. അതിനു വേണ്ടിയിട്ട് എന്നെ സഹായിക്കണമെന്നും മനീഷിനോട് പറയുന്നു. എന്നാൽ മനീഷ് പറയുന്നത് യക്ഷി നെഗറ്റീവ് എനർജിയാണ്, പക്ഷേ നീ പോസിറ്റീവ് എനർജി യൂസ് ചെയ്യണമെന്നും മനീഷ് പറയുന്നു. അവൻ നേരെ എത്തുന്നത് ഗുരുജിക്കടുത്തേക്കാണ്. ഗുരുജിയും അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ആത്മാവിന്റെ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജകളൊക്കെ നടത്താമെന്നും പറയുന്നു. ദൈവത്തിന്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ യക്ഷിയെ തളയ്ക്കാൻ കഴിയൂവെന്നും പ്രത്യേകം ഗുരുജി പറയുന്നുണ്ട്. പക്ഷേ ഇവൻ പൂജ ചെയ്യാനായി പോകുന്നതെന്നും അമ്മയ്ക്ക് അത്ര ഇഷ്ടമാകുന്നില്ല. അവൻ എന്തെങ്കിലും അപകടം പറ്റുമോ എന്നാണ് അവന്റെ അമ്മയ്ക്ക് പേടി. എന്നാൽ അവൻ പറയുന്നത്, എന്റെ അച്ഛനും അമ്മയും ഇത്രയും നാൾ എന്നെ പ്രൊട്ടക്ട് ചെയ്തില്ലേ, അവർക്ക് ഞാൻ മോക്ഷം കൊടുക്കണ്ടേ എന്നും അവൻ പറയുന്നു. അങ്ങനെ പൂജ ചെയ്യുവാനായി തീരുമാനിച്ച ദിവസമെത്തി. അവിടെ ഗുരുജി റെഡിയാക്കിയ കുറേ ആളുകളും ഉണ്ടായിരുന്നു. അവർ പുറത്ത് അവന് വേണ്ടിയിട്ടുള്ള പൂജയും കർമ്മവും ഒക്കെ നടത്തുന്നുണ്ട്. യക്ഷിയെ കൊല്ലണമെങ്കിൽ തൃശൂലം വഴി മാത്രമേ കഴിയൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഗുരുജി അവനെ തൃശൂലം ഏൽപ്പിക്കും. അകത്തേക്ക് കയറുന്നതിന് മുൻപ് സൂക്ഷിക്കണേടാ എന്ന് പ്രത്യേകം കൂട്ടുകാരൻ പറഞ്ഞാണ് ശിവയെ അകത്തേക്ക് കയറ്റിവിടുന്നതും. അങ്ങനെ യക്ഷിയുള്ള സ്ഥലത്തേക്ക് എത്തുകയാണ് ശിവ. അങ്ങനെ ശിവ ഭഗവാൻ ശിവന്റെ ശക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ശിവലിംഗമൊക്കെ കൊണ്ടുവയ്ക്കും. അവനും അവൻ്റെതായിട്ടുള്ള രീതിയിലൊക്കെ പൂജകളൊക്കെ നടത്തുന്ന സമയമായിരുന്നു യക്ഷി അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതും.
ആ, നീ എന്നെ കൊല്ലുവാനായി നോക്കുകയാണോ? നീ എന്നെ കൊന്ന് എന്നെ തളയ്ക്കുവാനായിട്ടാണോ നീ ശ്രമിക്കുന്നത്? എങ്കിലൊന്ന് കാണട്ടെ എന്ന മട്ടിലാണ് യക്ഷി ഇരിക്കുന്നതും. അവിടെ വെച്ച് യക്ഷി ശിവയെ ആക്രമിക്കും. പല രൂപത്തിലാണ് യക്ഷി വരുന്നത്. ശോഭയുടെ രൂപത്തിലും വാൽരാജിന്റെ രൂപത്തിലും ഒക്കെ വന്നു. അവസാനം ശിവയെ യക്ഷി അടിച്ചിടുകയാണ്. എന്നിട്ട് യക്ഷി ശിവയുടെ മുകളിലേക്ക് വന്ന് കിടക്കും. എന്നിട്ട് യക്ഷി പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നതും. ശിവയ്ക്കാണെങ്കിലോ ആ ഒരു വേദനയൊന്നും താങ്ങുവാനും കഴിയുന്നില്ല. ശിവ എഴുന്നേൽക്കും. അപ്പോൾ അവന്റെ മുന്നിലേക്ക് അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ആത്മാവ് വരികയാണ്. അച്ഛന്റെയും അമ്മയുടെയും ആത്മാവിനെ അവൻ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് ചെയ്തതും. അപ്പോൾ അവന് എവിടെ നിന്നോ ചെറിയൊരു ശക്തി കിട്ടും. ഉടനെ തന്നെ അവൻ വീണ്ടും യക്ഷിയോട് ഫൈറ്റ് ചെയ്യുവാനേയും പോകുന്നു. പക്ഷേ യക്ഷിക്കാണെങ്കിൽ അവനേക്കാൾ കൂടുതൽ ശക്തിയുണ്ടായിരുന്നു. യക്ഷി അവനെ ഒരുപാട് ഉപദ്രവിക്കും. അവസാനം അവനാണെങ്കിലോ തൃശൂലം ഉപയോഗിച്ച് യക്ഷിയെ കുത്തുവാനായി വരുന്ന സമയം തന്നെയായിരുന്നു. യക്ഷിയാണെങ്കിൽ ഒരു കൺകെട്ട് വിദ്യ കാണിക്കുന്നു. യക്ഷി ഉടനെ തന്നെ ശിവയുടെ രൂപത്തിൽ തന്നെയാകും. കുത്തുകൊള്ളുന്നത് ശിവയ്ക്ക് തന്നെയാണ്. ആ ഒരു കുത്തേറ്റ് ശിവ തറയിൽ വീണ് മരണപ്പെടുന്നു. ഇനി എനിക്ക് നിന്റെ രക്തം കുടിക്കാമല്ലോ എന്ന് യക്ഷി സന്തോഷിക്കുന്ന സമയമായിരുന്നു ശിവയുടെ ആത്മാവ് ഭഗവാൻ അടുത്തെത്തുന്നതും. ഭഗവാൻ ശിവയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ശിവയ്ക്ക് ഒരുപാട് ശക്തികളൊക്കെ കൊടുത്ത് ശിവയുടെ ജീവനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ വീണ്ടും ശിവ ഉയർത്തെഴുന്നേൽക്കും. വീണ്ടും യക്ഷിയുമായിട്ട് ഫൈറ്റ് നടക്കുകയാണ്. അവിടെ വെച്ച് യക്ഷിക്കൊപ്പം തന്നെ പിടിച്ചു നിൽക്കുവാനായിട്ട് ശിവയും ശ്രമിക്കുന്നുണ്ട്. അവസാനം ശിവയാണെങ്കിലോ തന്റെ കയ്യിലിരുന്ന തൃശൂലം ഉപയോഗിച്ച് യക്ഷിയെ കുത്തുകയാണ്. അതോടുകൂടി യക്ഷിയാണെങ്കിൽ മാഞ്ഞു പോകുന്നു. ശിവ വിചാരിച്ചതുപോലെ തന്നെ യക്ഷി അവൻ തളച്ചു. അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ആത്മാവിന് മോക്ഷം കൊടുക്കുകയാണ്. അച്ഛന്റെയും അമ്മയുടെയും ആത്മാവ് തിരികെ പോകുന്നതിന് മുൻപ് തന്നെ അവരോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും അവൻ ആഗ്രഹിക്കും. അതുപോലെ തന്നെ ഡിവൈസ് ഉപയോഗിച്ച് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അച്ഛന്റെയും അമ്മയുടെയും ആത്മാവ് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നാളുകൾ കടന്നുപോയി. യക്ഷിയെ തളച്ച നിധിയുണ്ടെന്ന് പറയപ്പെടുന്ന അതേ സ്ഥലത്തേക്ക് വീണ്ടും അടുത്തൊരാൾ വരികയാണ്. അയാളാണെങ്കിലോ ഒരുപാട് മന്ത്രവാദവും ഒക്കെ നടത്തുന്നുണ്ട്. അവിടെ ആരെയോ ബലി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല യക്ഷിയെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന അതേ ചരടുകളെല്ലാം അവൻ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്നു. അതേ സമയം തന്നെയായിരുന്നു യക്ഷി അവന്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതും. നിധി എടുക്കുവാനായിട്ട് അടുത്തൊരാൾ വന്നുവെന്നും യക്ഷിയെ പ്രീതിപ്പെടുത്തി നിധി എടുത്തോ എന്നൊരു ചോദ്യവും നിലനിർത്തിക്കൊണ്ട് സെക്കൻഡ് പാർട്ടിന്റെ ലീഡും തന്നുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നതും. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.